റോഡ് നിർമ്മാണ സ്ഥലത്ത് നിന്ന് മണ്ണ് ഒഴുകിയെത്തി വയലുകൾ കൃഷിയോഗ്യമല്ലാതായി. ETC പൂമംഗലം റോഡ് പ്രവൃത്തിക്കിടെ ഡ്രൈനേജ് നിർമ്മാണത്തിനായി നീക്കിയ മണ്ണാണ് കനത്ത മഴയിൽ ചവനപ്പുഴ പുതിയകണ്ടം വയലിൽ ഒഴുകിയെത്തിയത്. ഏകദേശം 2 ഏക്കറിലേറെ വയലിൽ കല്ലും മണ്ണും നിറഞ്ഞിരിക്കുകയാണ്. ETC പൂമംഗലം പന്നിയൂർ പടപ്പേങ്ങാട് റോഡ് നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി ഡ്രൈനേജ് നിർമ്മാണം നടക്കുന്ന ചവനപ്പുഴ കുന്നിൽ നിന്നാണ് പുതിയകണ്ടം വയലിലേക്ക് ചരൽ മണ്ണും ചെളിയും ഒഴുകിയെത്തിയത്. 2 ഏക്കറിലേറെ വയൽ കൃഷിയോഗ്യമല്ലാത്ത നിലയിലാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം ചവനപ്പുഴ കുന്നിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത ഭാഗത്തു നിന്ന് ചെളി ഒഴുകിയെത്തി വയലുകൾ കൃഷിയോഗ്യമല്ലാതായി മാറുകയും സമീപത്തെ കിണറുകൾ മലിനമാകുകയും ചെയ്തിരുന്നു. കർഷകരുടെ പ്രതിഷേധത്തെ തുടർന്ന് ദേശീയപാതയ്ക്ക് വേണ്ടി മണ്ണെടുത്ത കരാറുകാരെ കൊണ്ട് വയലിലെ മണ്ണ് നീക്കുകയായിരുന്നു. ഇത്തവണ മഴക്കാലം എത്തുന്നതിനു മുൻപായി ഡ്രൈനേജ് പ്രവൃത്തി പൂർത്തിയാക്കി വെള്ളം തോട്ടിലേക്ക് നേരിട്ടെത്തിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മഴ നേരത്തെ എത്തിയതോടെ ചവനപ്പുഴ കുന്നിൽ ദേശീയപാതയ്ക്ക് മണ്ണെടുത്ത സ്ഥലത്ത് നിന്ന് കുത്തിയൊലിച്ചെത്തിയ വെള്ളത്തിൽ ചരൽ നിറഞ്ഞ മണ്ണ് വയലുകളിൽ നിറഞ്ഞ കൃഷിയോഗ്യമല്ലാതായി. മഴയ്ക്ക് ശമനമുണ്ടായതോടെ ഡ്രൈനേജ് പ്രവൃത്തി വേഗത്തിൽ നടന്നുവരികയാണ്. ഡ്രൈനേജ് നിർമ്മാണം പൂർത്തിയാകുന്നതോടെ വയലിൽ ഒഴുകിയെത്തിയ ചെളിമണ്ണ് നീക്കം ചെയ്ത് കൃഷിയോഗ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വാർഡ് മെമ്പറും കുറുമാത്തൂർ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷനുമായ P. ലക്ഷ്മണൻ പറഞ്ഞു. ETC പൂമംഗലം റോഡിൽ റോഡിൻ്റെ പണി നടക്കുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ പ്രദേശത്ത് വലിയ ദുരിതം അനുഭവിക്കുകയാണ്. പ്രദേശത്തുള്ള ഡ്രെയിനേജിൻ്റെ വർക്ക് നേരത്തെ മെയ് മാസം തുടങ്ങി അത് ജൂണിൽ അവസാനിപ്പിക്കും എന്ന നിലയിലാണ് അതിൻ്റെ വർക്ക് തുടങ്ങിയിട്ടുള്ളത്. എന്നിരുന്നാലും മഴ നേരത്തെ ആരംഭിച്ചുകൊണ്ട് തന്നെ തോരാത്ത മഴയും പ്രകൃതി ദുരന്തമൊക്കെ വന്ന സ്ഥിതിക്ക് നമ്മുടെ വയലിലേക്കാണ് മുകളിൽ നിന്നുള്ള ചെളിയും മണ്ണും വന്ന് നിറഞ്ഞിരിക്കുന്നത്. വയൽ കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. എന്നിരുന്നാലും മഴ നിന്ന സ്ഥിതിക്ക് പണി പുനരാരംഭിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും ഒരാഴ്ച കൊണ്ട് ഈ ഡ്രെയിനേജിൻ്റെ വർക്ക് അവർ പൂർത്തീകരിക്കും. വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ വയലിലേക്കുള്ള ഡ്രെയിനേജ് കൂടി വരുന്നതോടെ വയലിൽ നിറഞ്ഞിരിക്കുന്ന ചെളിയും മാറ്റി കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.